അതെ, പലർക്കും കാണുന്നൊരു സ്വഭാവമാണ് വാശി. എനിക്കത് വേണം, ഇത് വേണം, എനിക്കത് കിട്ടണം, കിട്ടിയേ തീരൂ, എനിക്കത് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല, നിർബന്ധമാണ് കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പലർക്കും പലതരത്തിൽ വാശിയാണ് അല്ലേ. വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ വാശിയാകാം. എനിക്ക് ആ ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം. നല്ല കാര്യങ്ങളോട് ഒരു പക്ഷെ നിങ്ങൾക്ക് വാശിയാകാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാവിനോട്, നിങ്ങൾ നിങ്ങളുടെ അമ്മയോട്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് കാണിക്കുന്നൊരു വാശിയുണ്ട്. എന്താണെന്നറിയോ? എനിക്കത് മേടിച്ചു തരണം, ഇത് മേടിച്ചു തരണം, എനിക്കത് നിർബന്ധമായി കിട്ടണം, എനിക്കത് നിർബന്ധമായി എന്താ പറയുക ഇന്ന സമയത്ത് കിട്ടിയിരിക്കണം എന്നൊക്കെ വാശി പിടിക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് വാശി പിടിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ ആ രക്ഷിതാക്കള് അല്ലെ, നമ്മുടെ സമൂഹത്തിൽ രക്ഷിതാക്കളില്ലാതെ വളരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. അവരൊക്കെ ആരോടാണ് വാശി പിടിക്കുന്നത്? അവരൊക്കെ അവരുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ഓരോ ജീവിതത്തിൽ എനിക്ക് അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കാൻ എന്ത് ചെയ്യുന്നു, എനിക്കെന്ത് ചെയ്യുന്നു, അവർക്ക് പേരൻസ് ഇല്ല. ഉള്ളു തുറന്ന് സംസാരിക്കുവാനും ഉള്ളു തുറന്ന് എന്താ പറയാ അച്ഛൻ അമ്മ എന്ന് വിളിക്കുവാനും ഒരു പേരൻസ് അവർക്കില്ല. അതാണ് അവിടെ ഏറ്റവും വലിയ സങ്കടം. എല്ലാം നിങ്ങൾക്കുണ്ടായിട്ടും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ എന്തിനാണ് ഇത്രത്തോളം വിഷമിപ്പിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക. അവരില്ലെങ്കിൽ, നിങ്ങൾക്ക് അച്ഛ അമ്മ എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ അവസ്ഥയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വേദന നൽകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും സുവർണാവസരം. ഈ സമയം നിങ്ങൾ അവരെ സ്നേഹിക്കുക, അവരെ കരയിപ്പിക്കാതിരിക്കുക. അതാണ് മക്കൾ രക്ഷിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ശ്രദ്ധിക്കുക കേട്ടോ.